നമസ്കാരം സാർ. നമസ്കാരം 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 നമസ്കാരം. സാർ, എന്തായാലും റിസൾട്ട് ഒക്കെ വന്നു കഴിഞ്ഞു. UDF വൻ വിജയം തന്നെയാണ് നേടിയിരിക്കുന്നത്. ആ അപ്പോ ഇനി CPM-ന്റെ പരാജയം എന്ന് പറയുന്നത് വളരെ നാണം കെട്ടൊരു പരാജയം തന്നെയാണ് ഇപ്പോ സംഭവിച്ചിട്ടുള്ളത്. അതെ അതെ. ഇനിയിപ്പോ എന്തായിരിക്കും CPM-ന്റെ ബാക്കി നടപടികള്? ഇനി പ്രതിപക്ഷ സ്ഥാനത്താണ് വരിക. അപ്പം പ്രതിപക്ഷ നേതാവായിട്ട് ആരായിരിക്കും വരിക? അങ്ങനെ അല്ല, എന്താ? ഇതിനകത്ത് പിന്നെ വരുന്ന ഒരു വലിയ വിഷയം എന്താ പറഞ്ഞാല്, അയാൾ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന മുൻ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ പിന്നെ ഗതികിട്ടാ പ്രേതമായി നിൽക്കുന്ന വിജയൻ, അയാൾക്ക് അതെ അതെ പ്രതിപക്ഷ നേതാവ് ആവണമെന്ന് അയാളുടെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരിക്കും. ഒന്ന്, അതെ അതെന്തിനാണെന്ന് പറഞ്ഞാൽ അയാൾക്ക് ലൈം ലൈറ്റിൽ നിലനിൽക്കണമെന്നുള്ളതാണ് അയാളുടെ രാഷ്ട്രീയ മോഹം, അല്ലെങ്കിൽ രാഷ്ട്രീയ ആഗ്രഹം. അതാണ്, വേറെ താല്പര്യങ്ങളില്ല അയാൾക്കത്. അതെ, തീർച്ചയായിട്ടും. ഈ ആഗ്രഹം അയാൾക്ക് സാധിക്കണമെങ്കിൽ പാർട്ടി അതിന് അനുമതി നൽകണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിന്റെ പോളിറ്റ് ബ്യൂറോ അല്ല, സെൻട്രൽ കമ്മിറ്റി അതിന് അനുമതി നൽകണം. അത് നൽകുമോ എന്നുള്ളത് ഒരു വളരെ ഗൗരവതരമായിരിക്കുന്ന വിഷയമാണ്. കാരണം കേരള പാർട്ടിയെ സമ്പൂർണമായി നശിപ്പിച്ചതിന്റെ ഉത്തരവാദിത്വം ആർക്കാണെന്ന് പറഞ്ഞാൽ ഈ വിജയന് മാത്രമാണ്, മറ്റാർക്കുമല്ല. അതെ സാർ. അതെ. വിജയനാൽ നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്ന ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ഒരു വകക്ക് കൊള്ളാതിരിക്കുന്ന ഈ വസീഫ്, പിന്നെ ഇവിടെ കണ്ണൂർ ജില്ലയിൽ വരുമ്പോൾ KK രാജേഷ് ഉൾപ്പെടെ ഉണ്ടായിരിക്കുന്ന ഒരു വകക്ക് കൊള്ളാതിരിക്കുന്ന ഇയാളുടെ ബോയ്സ് എന്ന് പറയാവുന്ന കക്ഷികളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു സംഘടനാ രൂപമാണ് ഈ സാധനം. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനകത്ത് നിന്ന് ഒരു ഗൗരവമേറിയ പ്രതീക്ഷിക്കാൻ അയാൾ സാധനവും ഇവിടുന്ന് വരില്ല. അയാളിന്ന് വരുന്നതാണ് ഭാഗമായിരിക്കും. അപ്പൊ ഇത്തരം ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ചെയ്യണമെന്നുള്ളതാണ് ആദ്യത്തെ വിഷയം. പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി തീരുമാനിക്കേണ്ടത് ഈ വിജയനെ പാർട്ടിയിൽ ഇപ്പോ നിലനിൽക്കുന്ന ഇയാളുടെ സെൻട്രൽ കമ്മിറ്റി, പോളിറ്റ് ബ്യൂറോ, സെൻട്രൽ കമ്മിറ്റി, സെക്രട്ടേറിയറ്റ്, സംസ്ഥാന കമ്മിറ്റി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നിന്ന് ഇയാളെ മാറ്റി നിർത്തുക അല്ലെങ്കിൽ ഒഴിവാക്കുക എന്നതാണ് പാർട്ടി ആദ്യമായി പ്രാഥമികമായി ചെയ്യേണ്ടത്. ഒരു സാധനം അതാണ്. അതായത് അയാളെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കണമെന്നുള്ളതാണ്. ഇത് ഒഴിവാക്കുന്നില്ല എങ്കിൽ പാർട്ടിക്ക് ഒരിക്കലും തെറ്റുതിരുത്തുക സാധ്യമല്ല. ഇതുകൊണ്ടാണ് MV ഗോവിന്ദൻ ഇപ്പൊ വൈകുന്നേരം പ്രതീക്ഷയോടെ കണ്ടിരിക്കുന്ന ഒരു വാർത്താ സമ്മേളനമാണത്. കാരണം CPM പോലൊരു പാർട്ടി ഇതുപോലെ മുടിഞ്ഞ് വളർന്ന് തലകുത്തി വീണ് ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ ഒരു പാർട്ടി സെക്രട്ടറി നടത്തുന്ന ഒരു വാർത്താ സമ്മേളനം എന്ന് പറയുന്നത് എന്താ പറഞ്ഞാൽ 10 പൈസക്ക് കൊള്ളുന്ന ഒരു വാർത്താ സമ്മേളനം, 10 പൈസക്ക് കൊള്ളാത്തൊരു വാർത്താ സമ്മേളനമാണ്. കാരണം അയാൾക്കൊന്നും പറയാനില്ല. ഇയാൾക്കൊന്നും പറയാനില്ലാത്തതിന്റെ കാരണം എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യമാണ് അതിൽ ഏറ്റവും പരമപ്രധാനം. അത് പറയണമെങ്കിൽ വിജയൻ അതിനകത്ത് ഉത്തരവിടണം എന്നുള്ളതാണ്. ഇതിൽ വരുന്ന ഏറ്റവും സുപ്രധാനമായിരിക്കുന്ന ഒരു വിഷയം, വിജയന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഗ്രൂപ്പിന് ഇതൊരു പ്രബലമായ ഗ്രൂപ്പായി കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ അകത്ത് നിലനിൽക്കുക അസാധ്യമാണ് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം. സാധ്യമല്ല. ഈ സാധ്യമല്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? നിലവിലുള്ള പവർ ബാലൻസിനകത്ത് അയാൾക്ക് നിൽക്കാം. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു അങ്ങേയറ്റം അസംബന്ധമാവിധം, പരിഹാസ്യമാവിധം ഇവർ പരാജയപ്പെട്ടിരിക്കുന്നു. ഈ പരാജയപ്പെട്ടിരിക്കുന്ന ഈ അടിമ സമാനമായിരിക്കുന്ന ആളുകൾക്ക് ഇയാളുടെ കൂടെ നിൽക്കുക അല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്നത് വസ്തുതാപരമായ യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചാൽ തന്നെ ഇവർക്ക് പോകാനുള്ള ദൂരം ഇനി എത്രയാണ്? ഇത്ര ദൂരം പോവാൻ അവർക്ക് കഴിയില്ല. ഇത് കഴിയാതെ വരുമ്പോ പിന്നെ ഇവരെ മുമ്പുള്ള വഴി എന്താണ്? ഓരോന്നായിട്ട് ഓരോ ആൾ ഒഴിഞ്ഞു പോകണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ കൊഴിഞ്ഞു പോകണം. ഈ കൊഴിഞ്ഞു പോകുന്ന അവസ്ഥയാണ് വാസ്തവത്തിൽ വിജയൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. അതാണ്, അവർ കൊഴിഞ്ഞു പോയേ പറ്റൂ അവർക്ക്. ഇതാണ് വാസ്തവത്തിൽ വിജയൻ നേരിടുന്ന ഏറ്റവും ഗൗരവതരമായിരിക്കുന്ന ഒരു പ്രതിസന്ധി. ഇനി ഇതിൽ രണ്ടാമത്തെ പറ്റുന്ന ഏറ്റവും ഗൗരവതരമായിരിക്കുന്ന വിഷയം എന്താണ്? വിജയൻ ഇത്രയും വലിയ അധാർമികമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ, ഏറ്റവും വലിയ അഴിമതി നടത്താൻ, ഏറ്റവും വലിയ ഇന്റർനാഷണൽ സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കൂട്ടിക്കൊടുക്കലുകൾ, വാങ്ങലുകൾ നടത്താൻ മാത്രം ഉണ്ടായിരിക്കുന്ന അധികാര കേന്ദ്രം വിജയൻ ആര് നിർമ്മിച്ചു കൊടുത്തു എന്നുള്ളത്. ഇതാണ് ഏറ്റവും ഞാൻ പരമപ്രധാനമായി പറയുന്ന രണ്ടാമത്തെ വിഷയം. അത് RSS നിർമ്മിച്ചു കൊടുത്തിരിക്കുന്ന ഒരു കണക്ഷനാണ് ആ സാധനം. സമ്പൂർണമായി RSSനാൽ നിയന്ത്രിക്കപ്പെട്ട് ഏത് കേസ് വന്നാൽ പോലും ആ കേസിനെ ഞങ്ങൾ പരിഹരിച്ചുകൊള്ളുമെന്ന ഉറപ്പ് ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ലഭിച്ചതിന്റെ ഭാഗമായാണ് ഇയാൾക്കെതിരെ വന്നിരിക്കുന്ന ഒരൊറ്റ കേസ് പോലും ആര് പരിഗണിച്ചിട്ടില്ല. സെൻട്രൽ ഗവൺമെന്റ് പരിഗണിച്ചിട്ടില്ല. SFIO കേസ് വരുന്നു, ലാവലിംഗ് കേസ് വരുന്നു, പിന്നെ ഇപ്പൊ ലാസ്റ്റിൽ വന്നിരിക്കുന്ന ഇതില്ലേ നമ്മുടെ
ശബരിമല സ്വർണ്ണക്കൊള്ള കേസ്. അതിന് മുൻപ് വാവിട്ട് നിലവിളിച്ചിരിക്കുന്ന മറ്റേ ഇവരില്ലേ സ്വപ്ന സുരേഷിന്റെ കരഞ്ഞുകൊണ്ട് അവർ പറഞ്ഞിരിക്കുന്ന ലോകത്തോട് ഇത്ര നിരാലംബയായി ഒരാൾ ലോകത്തോട് ഇതുപോലെ കരഞ്ഞിട്ടുണ്ടാവുമോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇതുപോലെ ഒരു കേരളീയ പൊതുസമൂഹത്തോടാണ് ഇത് അവർ ഇങ്ങനെ കരഞ്ഞു പറഞ്ഞത്. ഏതെങ്കിലും ഒരാൾ ഈ സാധനം പരിഗണിച്ചോ അവരെ നിലവിളി പോലും എന്തായിപ്പോയി എന്നറിയുകള്. ആ നിലവിളി പോലും പിന്നെ എന്താ പറയാ ഒന്നുമില്ലാതെ കീറി തൊലഞ്ഞു പോവാണ് ചെയ്തത്. ഇതിനകത്ത് നിന്നെല്ലാം ഇയാൾ രക്ഷപ്പെട്ട് പോകുമ്പോ ആരാണ് ഇയാളെ സഹായിച്ചത്? ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ നരേന്ദ്രമോദി എറണാകുളത്ത് വന്ന് നടത്തിയിരിക്കുന്ന പ്രസംഗത്തിന്റെ അകത്ത് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവുമല്ലോ, നിങ്ങൾ അവിടെയാണല്ലോ. അത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രസംഗം എന്താണ്? ഈ അഴിമതിയുടെ പ്രഭവ കേന്ദ്രം എവിടെയാണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ എന്ന് എറണാകുളത്ത് വെച്ച് നടത്തിയിരിക്കുന്ന പ്രസംഗം കൊണ്ട് പ്രധാനമന്ത്രിയുടെ നരേന്ദ്രമോദിയുടെ ഈ പ്രസംഗം നടത്തിയിട്ട് കാലം എത്ര കഴിഞ്ഞു? എന്തെങ്കിലും ഒരു ചെറുപടി അനങ്ങിയോ? ഇതൊന്നും അനങ്ങില്ല എന്ന പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ വിജയൻ നടത്തിയിരിക്കുന്ന പിന്നെ അസംബന്ധങ്ങളും ആഭാസങ്ങളും പിന്നെ ആക്രാന്തങ്ങളുമാണ് വാസ്തവത്തിൽ കേരളീയ പൊതുസമൂഹത്തിൽ ഈ പാർട്ടിയെ സമ്പൂർണമായി നശിപ്പിച്ചത്. ഇതിൽ നിന്ന് ഇയാൾക്ക് രക്ഷ നേടുക എന്ത് വേണം? ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂ. അയാൾ RSSന്റെ ഭാഗമായി നിൽക്കാവുന്ന രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമാവുക. വേറെ ഒരു വഴിയും അയാളെ മുമ്പിലില്ല. അതുകൊണ്ട് തന്നെ അയാള് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ആവണമോ വേണ്ടയോ എന്നുള്ളത് അയാളുടെ മുമ്പിൽ വരുന്ന ഒരു വലിയ ക്വസ്റ്റ്യനാണ്. അയാൾക്ക് അതായില്ല എങ്കിൽ അയാൾ ലൈം ലൈറ്റിൽ ഉണ്ടാവില്ല. അയാൾ ആയാൽ എന്ത് വേണം? അയാൾ ഇതിനകത്ത് ഒരു പ്രതിപക്ഷ നേതാവിന്റെ റോൾ അഭിനയിക്കണം. കേരളത്തിനകത്ത് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായിരിക്കുന്ന ഓരോ പിന്നെ മുഖ്യമന്ത്രിമാരെയും നിങ്ങളെടുത്ത് അന്വേഷിച്ചോ. ആ മുഖ്യമന്ത്രിമാരെല്ലാം തന്നെ കേരളം കണ്ടിരിക്കുന്ന എക്കാലത്തെയും പ്രഗത്ഭരായിരിക്കുന്ന പ്രതിപക്ഷ നേതാവായിരുന്നു. അതിൽ ഏറ്റവും റീസെന്റ് ആയി വന്നിരിക്കുന്നതാണ് ഈ പറയുന്ന മുഖ്യമന്ത്രി ആയില്ല പിന്നെ ആവാനിരിക്കുന്ന ഒരാളെന്നൊക്കെ VD സതീശൻ. അതിന് തൊട്ട് മുൻപിൽ കേരളത്തെ ഇളക്കി മറിച്ച് കടന്നിരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവുണ്ട്. ഇന്ത്യയെ പോലും പ്രകമ്പനം കൊള്ളിച്ചിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് ആരാ? VS അച്യുതാനന്ദനാണ്. ഈ ഒരു വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള എന്ത് ബൗദ്ധികവും എന്ത് നിഷ്കപടവുമായിരിക്കുന്ന ജനാധിപത്യ ബോധമാണ് വിജയനുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രാഥമികമായ ചോദ്യം. ജനാധിപത്യ ബോധത്തിന്റെ തരിമ്പ് പോലുമില്ലാത്ത വിജയന് ഒരിക്കൽ പോലും കേരളത്തിനകത്ത് ഏറ്റവും പ്രമുഖനോ ഏറ്റവും പിന്നെ പ്രാഥമികമായി പ്രതിപക്ഷ നേതാവാനുള്ള ക്വാളിറ്റി അയാൾക്കില്ല എന്ന് അയാൾ ആവുകയാണെങ്കിൽ അയാൾ ഒരാഴ്ച കൊണ്ട് അയാൾ പ്രൂവ് ചെയ്യും. എനിക്കിത് പറ്റാത്ത പണിയാണെന്ന് അയാൾ പ്രൂവ് ചെയ്യും. അത് കഴിയില്ല അയാൾക്കത്. ഇതാണ് കേരളം നേരിടുന്ന ഏറ്റവും ഗൗരവതരമായിരിക്കുന്ന ഒരു വളരെ ഗൗരവതരമായിരിക്കുന്ന പ്രതിസന്ധിയാണ്. ഈ പ്രതിസന്ധിയെല്ലാം ഉണ്ടാകുമ്പോ ഇനി പാർട്ടിക്കകത്ത് എന്താണ് ചെയ്യാൻ കഴിയുക എന്നതാണ് ചോദ്യം. പാർട്ടി ലീഡർഷിപ്പിനകത്ത് വന്നിരിക്കുന്ന ആള് ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ തൊട്ട് ഈ കാട്ടാസ് ഈ താഴെ ഇരിക്കുന്ന നമ്മളെ KK രാജേഷ് ഉണ്ടല്ലോ, കാട്ടാസ് ഞാൻ വിളിക്കുന്നത് ബോധപൂർവ്വം വിളിക്കുന്നത്. ഒരു വസ്തുവിന് കൊള്ളാത്തോടാണ് പിന്നെ ഓരോ കാട്ടാസ് വിളിക്കുന്നത്. അതിന് ഓരോ കേസും മണ്ണാങ്കട്ടതും വരുന്നില്ല, ഒരു ലൊട്ടയും വരുന്നില്ല. കാരണം അതിന് മാത്രമേ ഉള്ളുന്നില്ല. ഇവൻ ഉൾപ്പെടെയുള്ളവൻ സ്വയം തെറ്റ് തിരുത്താൻ തയ്യാറാകുമോ? വിജയൻ തെറ്റ് തിരുത്താൻ തയ്യാറാകുമോ? വിജയൻ തെറ്റ് തിരുത്തില്ല. ഈ തിരുത്തില്ല എന്നതിന്റെ പരസ്യ പ്രഖ്യാപനവുമാണ് വാസ്തവത്തിൽ ഇന്ന് ഈ പിന്നെ MP ഗോവിന്ദൻ നടത്തിക്കുന്ന വാർത്താ സമ്മേളനം. അതിന് അദ്ദേഹം പറഞ്ഞ ന്യായം എന്താ? കഴിഞ്ഞ ഒരു 2-3 തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ കൂട്ടിയിട്ട് ആ കണക്കെല്ലാം വെച്ചിട്ട് പറയാണ് ഇതെല്ലാം നമ്മൾ അതിജീവിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാല് ഇതും നമ്മൾ അതിജീവിക്കുമെന്ന്. നിങ്ങൾ എങ്ങനെ അതിജീവിക്കും? രാഷ്ട്രീയമായി പ്രത്യയശാസ്ത്രപരമായി നിങ്ങൾ കർശനവും കഠിനവുമായിരിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പോകാൻ കഴിയും? ഇവിടെയാണ് വികസനം എന്ന് പറയുന്ന വിഷയം എന്തായിത്തീരുന്നത്. ഇനി കൊടില് കൊണ്ടുപോലും തൊടാൻ കഴിയാത്ത ഒരു പിന്നെ നെഗറ്റീവായിരിക്കുന്ന രാഷ്ട്രീയ വിഷയമായിട്ട് മാറുന്നത്. വികസനം ആരുടെ വികസനം? എന്തിന്റെ വികസനം? ഇതിപ്പോ എന്റെ വീട്ടിന്റെ നേരെ മുമ്പിൽ നിങ്ങൾ കൂടി വന്നിരിക്കുന്ന സ്ഥലമാണല്ലോ ഇതെല്ലാം. ഈ വീട്ടിന്റെ മുമ്പിൽ 14 ഏക്കറിൽ നടത്തിയിരിക്കുന്ന ഇവന്റെ ഒടുക്കത്തിന്റെ ഒരു ഹബ്ബ് നടത്തുന്നുണ്ട് ഇയാൾ. ഹബ്ബ് പിന്നെ എഡ്യൂക്കേഷൻ ഹബ്ബ്. ഈ എഡ്യൂക്കേഷൻ ഹബ്ബ് അവിടെ നടത്തിയതിന്റെ ഫലം എന്താ? ഈ പ്രദേശം മുഴുവൻ തന്നെ മൂർഖൻ ബാബ് ഉൾപ്പെടെ ഇവിടെ പ്രളയമാണ് ഇവിടെ. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. മൂർഖൻ ബാബിന്റെ പ്രളയമാണ് ഇവിടെ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ മരങ്ങൾ കംപ്ലീറ്റ് മുറിച്ചു. ഇതിനകത്ത് മുഴുവൻ തന്നെ പിന്നെ എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ട് മുഴുവൻ മണ്ണും കിളച്ചിളക്കിയപ്പോ മാളങ്ങളിൽ ജീവിക്കുന്ന പാമ്പുകൾ മുഴുവൻ തന്നെ ഇറങ്ങി ഓടുകയാണ്. അവർക്ക് എവിടെയെങ്കിലും പോണ്ടേ. ഈ പോകുന്നതിന്റെ പല സംഭവത്തെ ഇവർ വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണെന്ന്. അത് ഉഷ്ണം കൊണ്ടല്ല,
അവരുടെ ആവാസ വ്യവസ്ഥയെ നിങ്ങൾ തകർത്തു എന്നുള്ളതാണ്. അവരുടെ പാമ്പിന്റെ ജൈവികമായിരിക്കുന്ന ആവാസ വ്യവസ്ഥയെ നിങ്ങൾ തകർത്തു. ഈ തകർത്തതിന്റെ ഫലം എന്താ? നാട് മുഴുവൻ തന്നെ ഈ മൂർഖൻ പാമ്പുകൾ ഉണ്ടായി എന്നല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും ഒരു വക ഉണ്ടായില്ല. അതോടൊപ്പം തന്നെ ഇവിടെ ഉണ്ടായിരിക്കുന്ന ചൂടത്രയാണ്. നിങ്ങൾ 41-42 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടെ ഒരു 10-11 മണിയാകുമ്പോൾ ഇവിടെ വരുന്ന ഹീറ്റ്, ഫാരൻ ഹീറ്റ്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കൂല. 40 ഡിഗ്രി സെൽഷ്യസ് ആണിത്. ഇത്രയും വലിയ ചൂടുണ്ടാകുമെന്ന് പറഞ്ഞാൽ ഞാൻ വിളിക്കുന്ന ഒരു കട്ടപ്പരയാണ്. കട്ടപ്പരക്കാണ് ഞാൻ താമസിക്കുന്നത്. ഈ കട്ടപ്പരക്കുന്ന ശരിക്കും AC സമാനമായ അവസ്ഥയിൽ ജീവിച്ചു വന്നിരിക്കുന്ന ഒരാളാണ്. AC യഥാർത്ഥമായ AC ആണ്. ഏത് കൊടും ചൂടിനകത്ത് പോലും എന്നെ ഇതൊന്നും ബാധിക്കൊന്നുമില്ല. പക്ഷെ ഇപ്പോഴെന്തായി എന്ന് പറയാം, ഇപ്പൊ എന്റെ വീട്ടിനകത്ത് ഞാൻ ഇപ്പൊ പിന്നെ നിങ്ങളോട് സംസാരിക്കുന്നതിലും ഫാൻ ഇട്ടിട്ട് എന്റെ ഇറയത്തിരുന്നിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇത്ര മാരകമാവിധം പ്രകൃതിയെ ബുദ്ധിമുട്ടാക്കുന്ന ഒരു പ്രവൃത്തിയായിരിക്കുന്നതിനെയാണ് നാം വികസനം എന്ന് പറഞ്ഞത്. ഇപ്പൊ വികസനം എന്തായിരിക്കണം? വാസ്തവത്തിൽ എന്തായിരിക്കണം വികസനം? ഇതാണ് പ്രാഥമികമായ ചോദ്യം. ആ ചോദ്യത്തിന് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. അത് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാത്ത വികസനമായിരിക്കണം. ഇയാൾ ചെയ്തു വെച്ചിരിക്കുന്ന പണി എന്താണ്? ഈ കേരളത്തിലെമ്പാടും തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരുപാട് കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെ വിരൂപങ്ങളായ ധിക്കാരങ്ങൾ, ഈ ധിക്കാരത്തിന്റെ ഭാഗമായി വാങ്ങിയിരിക്കുന്ന കോടികളുടെ കമ്മീഷനുകൾ, ആ കമ്മീഷനകത്തെല്ലാം തന്നെ കിഫ്ബിയുടെ ഒരു എന്താ പറയാ ഫണ്ടിങ് ആണ്. ആ ഫണ്ടിങ്ങിന്റെ മേലെയാണ് ഭൂലോക ഉടായിപ്പിന്റെ ആളായിരിക്കുന്ന എബ്രഹാം ഇന്നലെ രാജിവെച്ചു. ഈ രാജിവെച്ചിരിക്കുന്ന ആൾക്കാർ ഇവരെല്ലാം കൂടി ചെയ്തിരിക്കുന്ന പ്രവൃത്തി എന്താണ് ശരിക്ക്? ആ പ്രവൃത്തി മുഴുവൻ തന്നെ ഈ കേരളത്തെ സമ്പൂർണമായി കൊള്ളയടിക്കുകയായിരുന്നു. ഈ കൊള്ളയടിച്ച് ഇങ്ങനെ കൊണ്ടുപോകുമ്പോ നഷ്ടമായത് എന്താണ് ശരിക്ക്? പ്രകൃതി എന്ന് പറയുന്ന മാർസിയൻ ഡയറക്ടേഴ്സ് ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് പ്രകൃതിയുടെ വൈരുദ്ധ്യാത്മകത. വിജയൻ അത് അറിയില്ല. കാരണം വിജയൻ അതിനെക്കുറിച്ച് പ്രാഥമികമായ ഒന്നാമത് അയാൾ പാർട്ടി ക്ലാസ്സിൽ ഇരുന്ന ഒരാളല്ല. അയാൾക്ക് അതുകൊണ്ട് പാർട്ടി ക്ലാസ് എന്താണെന്ന് അയാൾക്ക് അറിയില്ല. ആളുകളെ പഠിപ്പിക്കാൻ മാത്രം പിന്നെ ജനിച്ചിരിക്കുന്ന ഒരാളാണ്. തെറ്റിദ്ധരിക്ക് പോയിരിക്കുന്ന ഒരു ഭൂലോക വിഡ്ഢിയും കൂടിയാണ് അയാൾ. ഡയറക്ടേഴ്സ് ഓഫ് നേച്ചറിനകത്ത് വളരെ കൃത്യമായ എംഗൽസ് പറയുന്ന ഒരു സംഭവമുണ്ട്. അതിനകത്ത് പ്രകൃതിയെ നിങ്ങൾ ബുദ്ധിമുട്ടിച്ചോ, നിങ്ങൾ നിങ്ങൾ കൊയ്യാൻ ശ്രമിച്ചാൽ ആദ്യ റൗണ്ടിൽ നിങ്ങൾക്ക് ഗംഭീരമായിരിക്കുന്ന പ്രതിഫലം പ്രകൃതി നിങ്ങൾക്ക് തരും. 2ാം തവണയും നിങ്ങൾക്ക് തരും. 3ാം തവണ നിങ്ങൾക്ക് എന്തെല്ലാം ഇന്നലെ വരെ തന്നിരുന്നുവോ അത് മുഴുവൻ പ്രകൃതി തിരിച്ചെടുക്കും. കാരണം പ്രകൃതി എന്ന് പറയുന്നത് നമ്മുടെ നിയന്ത്രണത്തിൽ വരുന്ന സംഭവമേ അല്ല. ഇതാണ് ഡയലക്റ്റിക്സ് എന്ന് പറയുന്ന സാധനം. ഈ ഡയലക്റ്റിക്സ് സംഭവത്തിനകത്ത് അളവ് ഗുണമായി മാറുന്നു എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്സ് കിടക്കുന്ന അവിടെയാണ്. ഈ പൊളിറ്റിക്സിന്റെ ഭാഗമായി വരുന്ന സംഗതിയെ സമ്പൂർണമായി നിഷേധിക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന ഒരു അപകടം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ പാരിസ്ഥിതികമായ വിഷയങ്ങൾ അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഈ അട്ടിമറിക്കപ്പെടുന്നതിന്റെ ഫലം എന്താണ് ശരിക്ക്? മനുഷ്യന് ജീവിക്കാൻ കഴിയാതിരിക്കുന്ന ഒരു ഭൂപ്രദേശമായി നാം ഈ കേരളത്തെ മാറ്റി എന്നുള്ളതാണ്. അവിടെ കേരളത്തിൽ ഈ 10 വർഷക്കാലം കൊണ്ട് അത് ശരിക്കും ആരെങ്കിലും വളരെ ശാസ്ത്രീയമായി ഗൗരവപരമായി പഠനം നടത്തിയാൽ ഇയാൾ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് ഒരുപക്ഷെ ഏതെങ്കിലും ഒരു വലിയ പിന്നെ കോടതിക്ക് അത് കേസ് കൊടുത്താൽ ഒരുപക്ഷെ ഈ ചങ്ങായി അപ്പോഴത്തേക്ക് ചത്തുപോയാൽ പോലും ഇയാളെ തൂക്കിക്കൊല്ലേണ്ടതാണെന്ന് കോടതി വിധി പ്രഖ്യാപിക്കും. അത്രമാത്രം വരാവുന്ന പാരിസ്ഥിതിക ആഘാതങ്ങളും ദുരന്തങ്ങളുമാണ് ഇയാൾ വരുത്തി വെച്ചത്. ഈ വരുത്തി വെച്ച സംഭവത്തെ മുഴുവൻ തന്നെ എന്തായി തീർന്നു? ഇതിനെ മുഴുവൻ തന്നെ ന്യായീകരിക്കാനുള്ള ഉത്തരവാദിത്വമാണ് പാർട്ടീസുകാർക്ക് കൊടുത്തത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പാർട്ടിയുടെ ഭാഗമായി നിൽക്കാൻ കഴിയില്ല എന്ന തിട്ടൂരമാണ് ഇയാൾ പുറപ്പെടുവിച്ചത്. അതിന്റെ ഫലം എന്താണ്? ഇയാൾ പറയുന്ന നുണ ഏറ്റുപറയാൻ ഇവർ നിർബന്ധിക്കപ്പെട്ടു. ഇന്ന് ഇയാൾ ഈ പറയുന്ന ഗോവിന്ദൻ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞ 2 പ്രധാനപ്പെട്ട വിഷയം എന്താ പറയുക? ഒന്ന്, പാലക്കാട്ട് പിന്നെ പാർട്ടി ഓഫീസിനകത്ത് കയറി പോലീസുകാർ ആക്രമിച്ചു എന്നുള്ളതാണ്. 2ാമത്തെ വിഷയം വരുന്നത് എന്താന്ന് പറഞ്ഞാല് ട്രാൻസ്ഫർ ഓർഡറുകൾ ഏതോ ഒരു സർവീസ് സംഘടനയുടെ നേതാവ് പറ്റി ഇറക്കുന്നു എന്നതാണ്. സത്യത്തിൽ ഗോവിന്ദന് ഉളുപ്പുമില്ലേ പറയാൻ? ഉളുപ്പില്ലേ? ഈ KSUവിന്റെ കുട്ടികളുടെ തല അടിച്ചു പിടിച്ചപ്പോ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞാണ് അത് ജീവരക്ഷാ പ്രവർത്തനമാണ് എന്ന്. എനിക്ക് ഗോവിന്ദൻ പറയാണ് പാർട്ടി നോക്കി നിൽക്കില്ല എന്ന്. ഏത് പാർട്ടിയുടെ നോക്കി നിൽക്കുക? 10 വർഷക്കാലമായി സമരം എന്ന വാക്കിന്റെ അർത്ഥം പോലും അറിയാതെ പിന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയവരല്ലേ നിങ്ങൾ? അല്ലേ? പിന്നെ ട്രാൻസ്ഫർ ഓർഡർ ആണോ? നിങ്ങൾ ആരെയാണ് നിങ്ങൾക്ക് വേണ്ടി? അല്ലാതെ ഏതാളെയാണ് നിങ്ങൾ ഏത് സ്ഥലത്താണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്? അല്ലെ? മുഴുവൻ ആളെ നിങ്ങൾ പുറത്തള്ളില്ലേ ചെയ്ത്? അല്ലാതെ മുഴുവൻ IAS ഉദ്യോഗസ്ഥന്മാർ IPS ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ പുറത്താക്കിയപ്പോ ഈ ഡോക്ടർ അശോക് കുമാർ എന്ന് പറയുന്ന പിന്നെ ഒരു IAS ഉദ്യോഗസ്ഥനില്ലേ സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്? അദ്ദേഹം കൃത്യമായി പറഞ്ഞു, സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന IAS ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ തന്നെ എന്താണ്? കറപ്ഷനെതിരെ നിന്നിരിക്കുന്ന ആളുകളാണ്. ഇവിടെയാണ് ഇയാൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രയോഗമില്ലേ? കുറെ അവതാരങ്ങൾ വരും. ഏതായിരുന്നു ഈ അവതാരം? നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന വിഷയമല്ല. അപ്പൊ ഇങ്ങനെ പൊതുവിൽ വന്നിരിക്കുന്ന വിഷയം എന്താ പറഞ്ഞാല് പാർട്ടി എന്ന് പറയുന്ന സംഘടനാ സംവിധാനത്തെ
പൂർണ്ണമായ അരാജകത്വത്തിലേക്ക് തള്ളിവിടുകയാണ് ഇയാൾ ചെയ്തത്. അരാജകത്വം. ഈ അരാജകത്വത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇതിനുള്ള വഴി ഏതാണ്? ഇതാണ് പിന്നീട് വരുന്നത് രാഷ്ട്രീയമായ ചോദ്യമാണ്. അരാജകത്വം എത്തിക്കഴിഞ്ഞാൽ ഈ വഴി അത് പരിവാറിലേക്കുള്ള യാത്രയാണ്. ഈ സാധനം സംഘപരിവാറിലേക്ക് ആളെ കൂട്ടി കൊടുക്കുന്ന പണിയാണ് ഇയാൾ എടുത്തത്. നോക്കൂ, നിങ്ങൾ അഖിലേന്ത്യാ രാഷ്ട്രീയത്തിനകത്ത് ഇവിടെ തമിഴ്നാട്ടിൽ വെട്രി വണ്ടർ എന്ന് പറയുന്ന മറ്റേ വിജയന്റെ നേതൃത്വത്തിലുള്ള സാരം വന്നു. ബംഗാളിൽ മമതാ ബാനർജി ഔട്ടാക്കപ്പെടുന്നു. ഔട്ടാക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൽ വളരെ കൃത്യമായിരിക്കുന്ന ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് ബോധ്യമുള്ള സംഭവങ്ങളാണ്. ഇത്തരം സാധനങ്ങൾ വരുമ്പോൾ ഇതിനെല്ലാം പിറകിൽ നിന്ന് നയിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തി ഏതാണ്? അത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ അദൃശ്യമായ കരങ്ങളാണ്. ഈ അദൃശ്യമായ കരങ്ങൾ വരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷ രാഷ്ട്രീയം ചെയ്യുന്ന രാഷ്ട്രീയ പ്രവർത്തനം എന്താണ്? ഒറ്റ വിഷയം മാത്രമേ ഉള്ളൂ. ഫാസിസ്റ്റ് വിരുദ്ധ മുന്നണി ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായി കോൺഗ്രസ് പാർട്ടിയുമായി ചേർന്ന് നിൽക്കാവുന്ന വലിയ വിശാലമായിരിക്കുന്ന ഒരു മുന്നണി, ജനാധിപത്യ മുന്നണി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് ഞാൻ എപ്പോഴും പറയുന്ന സാധനമാണ് ഗോർഗി ദിമിത്രോവിന്റെ ഐക്യമുന്നണി അടവുകൾ. ഈ ഐക്യമുന്നണി അടവിനെ സമർത്ഥമായി കേരളത്തിൽ പൊളിക്കുകയായിരുന്നു അതിൽ വിജയം ചെയ്തത്. ആ വിജയം ചെയ്തതിന്റെ ഫലം എന്താണ്? 3 സീറ്റ് ഇപ്പൊ BJPക്ക് ഇവിടെ കേരളത്തിൽ കിട്ടിക്കഴിഞ്ഞു. 3 സീറ്റ്. ഇന്ന് ഇദ്ദേഹത്തിന്റെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് അയക്കുന്ന രാജീവ് ശേഖറോ മറ്റേതൊരു ഔദ്യോഗികമായിരിക്കുന്ന ഒരാൾ പറഞ്ഞു, അടുത്ത 2031 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പ്രധാന പ്രതിപക്ഷമായി ഞങ്ങൾ വളരുമെന്ന് പറഞ്ഞു. ഇതിനെ പ്രതിരോധിക്കാൻ CPMന്റെ കയ്യിലുള്ള ആയുധം എന്താണ്? എന്താണ് ആയുധം? കോൺഗ്രസിനെ തെറി വിളിക്കലാണോ? ആണോ? ഒരിക്കലും അല്ല. അപ്പൊ ഇത് ഇങ്ങനെ വരിക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഇയാൾ വാസ്തവത്തിൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ സാധനം, RSSന്റെ കയ്യിൽ നിന്ന് അവരുടെ പിൻബലത്തോടുകൂടി അവരുടെ അനുഗ്രഹാശിസുകളുടെ വിജയം നടത്തിയിരിക്കുന്ന തെമ്മാടിത്തങ്ങളുടെ ഒരു പരിണിത ഫലം എന്താന്ന് പറഞ്ഞാൽ കേരളത്തിനകത്ത് ഇടതുപക്ഷ രാഷ്ട്രീയം വർഷങ്ങളായി വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന സംഭവത്തെ സമ്പൂർണമായി ഇയാൾ തകർത്തു, നശിപ്പിച്ചു എന്നുള്ളതാണ്. ഈ നശിപ്പിക്കുകയും ചെയ്യുന്ന സംഭവത്തെ പ്രതിരോധിക്കാൻ മറ്റാർക്കാണ് ഇതിന് സാധ്യമാവുക? ഇതാണ് പിന്നീട് വരുന്നൊരു ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ എന്താണ് ഉത്തരം പറയുക? ഉത്തരേ ഉള്ളൂ. അത് ഇവിടെ പയ്യന്നൂരിൽ ഒരു വളരെ ഗൗരവതരമായിരിക്കുന്ന ഒരു രാഷ്ട്രീയം വന്നിരിക്കുന്നു. തളിപ്പറമ്പിലുള്ള അദ്ദേഹത്തെ കുറിച്ച് ഞാൻ അത്രയും ഗൗരവതരമായിരിക്കുന്ന സംഭവത്തെ കുറിച്ച് ഞാൻ അങ്ങനെ പറയില്ല. കാരണം ഇന്നും അദ്ദേഹം പോയത് എവിടെയാണെന്ന് അറിയോ? കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിലേക്കാണ് അദ്ദേഹം പോയതുകൊണ്ടല്ല പറയുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ വിനോദിനി പറഞ്ഞിരിക്കുന്ന സംഭവത്തിന്റെ മുഴുവല്ല പറഞ്ഞത്, ഒന്നുമല്ല പറയുന്നത്. പക്ഷേ അതിനകത്ത് വരുന്ന ഒരു ഗൗരവം അറിയിക്കുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാല്, പിണറായി വിജയൻ എന്ന് പറയുന്ന യൂസ്ലെസ് പരാജയപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോ എന്നെ മനസ്സിളകി എന്ന് പറഞ്ഞ ആളാണ് ഈ പറഞ്ഞ TK ഗോവിന്ദ മാഷ്. അതിന്റെ അർത്ഥം എന്താണ്? ഒറ്റ അർത്ഥം മാത്രമേ ഉള്ളൂ. എന്താ അർത്ഥം എന്ന് പറഞ്ഞാല്, അയാൾ തോൽക്കുന്നതിൽ എനിക്ക് സങ്കടമുണ്ട് എന്നാണ്. ജനാധിപത്യം പരീക്ഷിക്കപ്പെടുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണത്. അയാൾ തോൽക്കുന്നതിൽ എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തോൽക്കുന്നതിലല്ല, പിണറായി വിജയൻ അവിടെയാണ് അതിനകത്തൊരു വരുന്ന വിഷയം വരുന്നത്. അയാളാണ് ഈ പാർട്ടിയെ മൊത്തം ഇയാൾ ഈ പറയുന്ന ഗോവിന്ദൻ, TK ഗോവിന്ദൻ മാഷ് മത്സരിക്കേണ്ടി വരുന്നത് എന്താണ്? ഇവന്റെ അനുഗ്രഹാശിസുകളോടെയാണ് വാസ്തവത്തില് ഈ KK രാജേഷ് എന്ന് പറഞ്ഞ വിദ്വാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ശൈല ടീച്ചറെ മട്ടന്നൂരിൽ നിന്ന് പയരാവൂരിലേക്ക് പറഞ്ഞേക്കുകയും ശ്യാമളയെ തളിപ്പറമ്പിൽ മത്സരിപ്പിക്കുകയും ഗോവിന്ദന്റെ പേര് പോലും പരാമർശിക്കപ്പെടാതെ ഗോവിന്ദനെ പുറന്തള്ളുകയും ചെയ്തത്. അപ്പൊ ഇത് രണ്ടും ഒന്നാണ് എന്നുള്ളതാണ് വിഷയം. ഈ വന്നിരിക്കുന്ന സംഭവത്തിനകത്ത് അയാൾ പരാജയപ്പെടുന്നവരുമ്പോ ഇയാൾ ഉത്കണ്ഠാകുലനാകുന്നു എന്ന് പറഞ്ഞാല് അതിനർത്ഥം എന്താണ്? ജനാധിപത്യത്തെ കുറിച്ചുള്ള നടത്തിയിരിക്കുന്ന ഏറ്റവും വലിയ സമരമുഖത്തിനകത്ത് 19,000 വോട്ടിനോ 15,000 പരം വോട്ടിനോ ജയിച്ചിരിക്കുന്ന ഇദ്ദേഹം ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യാമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുക, അദ്ദേഹം ഒരിക്കലും അത്തരം ഒരു പ്രസ്താവന നടത്താൻ പാടില്ലാത്തതായിരുന്നു ആയിരുന്നു. അപ്പൊ ഇത്തരത്തിലുണ്ടായിരിക്കുന്ന ഒരുപാട് പരിമിതികളും കൂടി ഈ വിഷയത്തിനകത്ത് വരുന്നുണ്ട്. മറുഭാഗത്ത് ജി സുധാകരൻ എന്ന് പറഞ്ഞ ആൾ വരുന്നു, ഇപ്പുറത്ത് KK രമ വരുന്നു, അതുപോലെ തന്നെ കുഞ്ഞികൃഷ്ണൻ വരുന്നു. ഈ 3 സംഭവങ്ങളാണ് വാസ്തവത്തിൽ കേരളത്തിനകത്തെ ഏറ്റവും വലിയ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ ഭൂമിക. അതാണ് ഈ ഭൂമികയെ അഡ്രസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലേക്ക് ഒരു പൊതു രാഷ്ട്രീയ ഇടതുപക്ഷ ബോധം വളർത്തിയെടുക്കാൻ ആർക്ക് സാധ്യമാകൂ എന്നുള്ളതാണ് കേരളത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി ഈ ഒരു വിഷയത്തെ ആരാണ് പാർട്ടിക്കകത്ത് ട്രിഗർ ചെയ്യുക എന്നുള്ളതാണ് വിഷയം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളാണെങ്കിൽ ഒരൊറ്റയാൾ മാത്രമേ ട്രിഗർ ചെയ്യുന്നത് ഈ P ജയരാജനായിരിക്കും. നമ്മുടെ കണ്ണൂർ നിന്നുള്ള P ജയരാജൻ ഈ സംഭവം എന്താണ് സീരിയസ് ആയിട്ട് അദ്ദേഹം റേസ് ചെയ്യും. ഇത് റേസ് ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്റ്റേറ്റ് കമ്മിറ്റിക്ക് അകത്തുണ്ടായിരിക്കുന്ന ഒരു റിയാക്ഷൻ എന്നുള്ളത് നമുക്കൊരിക്കലും ഊഹിക്കാൻ കഴിയില്ല. എനിക്ക് എന്തായാലും ഊഹിക്കാൻ കഴിയില്ല.
എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ബാലൻസിങ് എന്താണെന്ന് എനിക്ക് അറിയില്ല. ഓക്കെ. പക്ഷേ അതിൽ ഭൂരിപക്ഷം പേരും എന്ത് പറയുന്നു പറഞ്ഞാൽ പി ജയരാജൻ പറഞ്ഞിരിക്കുന്ന സംഭവത്തോട് ഒരുപക്ഷെ അനുകൂലിക്കുന്ന ഒരു സംഗതി വരും. ഈ വരുന്ന ചിത്രത്തിലൂടെ മാത്രമാണ് പിന്നീട് വരുന്ന ഒരു സാധ്യത. അത്തരം സാധ്യത വന്നാൽ പോലും ഈ പറയുന്ന മുൻ മുഖ്യമന്ത്രിയും പഴയ പാർട്ടി സെക്രട്ടറിയുമായിരിക്കുന്ന ഇയാളെ പാർട്ടി സ്ഥാനത്ത് നിന്ന് പാർട്ടി സെൻട്രൽ കമ്മിറ്റി ആലോചിച്ച് ഇയാളെ പുറന്തള്ളിയില്ല എങ്കിൽ ഒരിക്കൽ പോലും പാർട്ടിക്ക് ഒരു ഇഞ്ച് പോലും മുമ്പോട്ട് പോവുക സാധ്യമല്ല. ഈ സാധ്യമല്ലാത്തൊരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ കറക്റ്റ് ചെയ്യുക സാധ്യമല്ല. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിനകത്ത് പോയെന്ന് പറഞ്ഞിരിക്കുന്ന വിചിത്രമായൊരു മറുപടിയുണ്ട്. മെയ് ജൂൺ മാസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇതിനെക്കുറിച്ച് അവലോകനം നടത്തും. മെയ് ജൂൺ മാസങ്ങളാണ്. അപ്പൊ ഈ മെയ് ജൂൺ മാസം 2 മാസം ഈ സംഭവം നടത്തുമ്പോ ഈ പറയുന്ന കമ്മിറ്റികൾക്കകത്ത് ആര് പങ്കെടുക്കുന്നു എന്നുള്ളതാണ് വിഷയം. അതും പോയെന്ന് വിശദീകരിക്കുന്നുണ്ട്. ലോക്കൽ കമ്മിറ്റികൾക്കകത്ത് വരുന്ന ഏരിയ കമ്മിറ്റി മെമ്പർമാർ, ഏരിയ കമ്മിറ്റിക്കകത്ത് വരുന്ന DC മെമ്പർമാർ, DC-ക്കകത്ത് വരുന്ന സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർമാർ, സ്റ്റേറ്റ് കമ്മിറ്റിക്കകത്ത് വരുന്ന സെൻട്രൽ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഇതൊരു ശ്രേണീബദ്ധമായ സാധനമാണ്. ഇത് താഴോട്ടോളം പോകുന്ന ഇതിന് അർത്ഥം എന്താ പറഞ്ഞാൽ വിജയൻ ഈ പറയുന്ന കമ്മിറ്റികളിലെല്ലാം പങ്കെടുക്കുന്നതാണ് അർത്ഥം. വിജയൻ നേരിട്ട് പങ്കെടുക്കുന്നു എന്നാണ്. വിജയൻ നേരിട്ട് പങ്കെടുത്തു കഴിഞ്ഞാൽ ഇയാൾക്ക് നഷ്ടമായി എന്ന് നാം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇയാളുടെ അധികാരം നഷ്ടമായിരിക്കുന്നു നാം വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നതും ചാനലുകൾ ആഘോഷിക്കുന്നതുമായ സംഭവത്തിൽ യാതൊരു തരത്തിലുള്ള അർത്ഥവുമില്ല എന്നാണ് വാസ്തവത്തിൽ ഗോവിന്ദൻ ഇന്ന് വാർത്താ സമ്മേളനം നടത്തി പരസ്യമായി പ്രഖ്യാപിച്ചത്. അതിനർത്ഥം ഒരു തരത്തിലുണ്ടായിരിക്കുന്ന തിരുത്തലുകളും ഇവർ പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഈ പാർട്ടിക്കകത്ത് നടക്കാൻ പോകുന്നില്ല, സംഭവിക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ്. ആത്യന്തികമായി ഈ പാർട്ടി ആർക്കു കൊണ്ടേ കൊടുക്കും? തമിഴ്നാട്ടിൽ സംഭവിച്ചതുപോലെ. തമിഴ്നാട്ടിൽ വെട്രിമണ്ഡലത്തിന്റെ ഭാഗമായി വിജയൻ എന്ന് പറയുന്ന നടൻ വരുന്നുണ്ടല്ലോ. ആ നടൻ ആത്യന്തികമായിട്ട് ആരെ ഫോർഫ്രണ്ട് ഫൈറ്ററാണ്. അത് ട്രോജൻ കുതിരയായി BJP-യുടെ ട്രോജൻ കുതിരയാണ് ആ സാധനം. അത് ഇപ്പുറത്ത് പറഞ്ഞു നേരെ മറിച്ച് ബംഗാളിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് അവർ നേരിട്ട് ഇടപെട്ടു. അതായത് ഇന്ത്യ മുഴുവൻ തന്നെ ഫാസിസവൽക്കരിക്കാനുള്ള സംഭവത്തിന്റെ ഭാഗമായി ജനാധിപത്യപരമായി എവിടെയെല്ലാം തന്നെ നടക്കാവുന്ന ഏതെല്ലാം പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഉണ്ടോ അതിനെ മുഴുവൻ ഇല്ലായ്മ ചെയ്യുന്ന സംഭവത്തിന്റെ അമരക്കാരനായി കേരളത്തിൽ നിൽക്കുന്നത് ഈ വിജയൻ എന്ന് പറയുന്ന ഈ തെമ്മാടിയാണ്. ഇതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന രാഷ്ട്രീയ വിഷയം. അതുകൊണ്ട് തന്നെ പാർട്ടി ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്ന വിഷയത്തെക്കാൾ പാർട്ടി ചർച്ച ചെയ്യേണ്ടതല്ല, ഒരു തരത്തിലുള്ള പുനരാലോചന നടത്താതിരുന്നതോട് ഇയാളെ ഈ പാർട്ടി കമ്മിറ്റിയുടെ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് ഇയാളെ പുറത്താക്കണം. പുറത്താക്കിയില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള കറക്ഷനും ഈ പാർട്ടിക്കകത്ത് നടത്തുക സാധ്യമല്ല എന്നാണ് എന്റെ ഖണ്ഡിതമായിരിക്കുന്ന അഭിപ്രായം. അതാണ് സ്വന്തം കാര്യം ചെയ്യാൻ അയാൾ ചെയ്തത് മുഴുവൻ എന്താ പറഞ്ഞാൽ ഒരു മഹത്തായ പാരമ്പര്യവും പൈതൃകവും ഉള്ള ഒരു പാർട്ടിയെ അയാൾ കൊണ്ട് ഡിമോളിഷ് ചെയ്തു, അസ്തപ്രജ്ഞമാക്കിയ അയാൾ. എന്നിട്ട് അതിന്റെ കൂടെ നിൽക്കുകയാണ് ഈ കുറെ ഏഭ്യന്മാരായിരിക്കുന്ന ആളുകൾ. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനകത്ത് നോക്കിക്കോ, ഈ കേരളത്തിലെ UDF-ന്റെ തരംഗം ഉണ്ടായി ഇതിനകത്ത് വന്നിരിക്കുന്ന ചെറുപ്പക്കാരെ നോക്കിക്കോ, യൂത്ത് കോൺഗ്രസിന്റെ അവരെല്ലാം തന്നെ ഒന്നിനൊന്ന് മെച്ചപ്പെട്ടിരിക്കുന്ന ചെറുപ്പക്കാരാണ് വന്നിരിക്കുന്നത്. ഓരോ എം എൽ എമാരും നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് ഉണ്ടല്ലോ. ഈ പറയുന്ന LDF-നകത്ത് വന്നിരിക്കുന്നത് ഒരാളെ പേര് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ഒരൊറ്റ ഒരുത്തനില്ല. എല്ലാം തന്നെ വായിക്കുന്നത് കോതൊക്കെ പാട്ടുന്നവരെ തെണ്ടിത്തരവും തെമ്മാടിത്തവും വിളിച്ചു പറഞ്ഞ് ആളുകളെ ഭാഷ പോലും അറിയാത്തതിൽ അപമാനിക്കാൻ കഴിയുന്നവരാണ്. ഇപ്പൊ TP രാമകൃഷ്ണനെതിരെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഫാത്തിമ സഖ്രിയ എന്ന് പറഞ്ഞ അവരില്ലേ, അവര് വാസന തന്നെ അവരിൽ എത്ര ഗംഭീരയായിരിക്കുന്ന പെൺകുട്ടി, എത്ര ഗംഭീരയായിരിക്കുന്ന സ്ത്രീയാണ് അവരല്ലോ, എത്ര ഗംഭീരയായിരിക്കുന്ന സ്ത്രീയാണത്. നാണിക്കണ്ടേ വാസ്തവത്തിൽ എടുത്ത ജനാധിപത്യ കോർപ്പറേഷൻ? നാണിക്കണ്ടേ? ഇങ്ങനെ വരുന്ന ഒരു തലമുറയെ നിങ്ങൾക്ക് നിർമ്മിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ഇയാൾ ചെയ്ത ഒറ്റ പ്രവൃത്തി മാത്രമാണ് ഇയാൾ ചെയ്തത്. കാരണം എനിക്ക് ശേഷം പ്രളയമാണ്, അതിനാൽ വരുന്നവരെന്തായിരിക്കണം, എന്നേക്കാൾ വൃത്തികെട്ടവരായിരിക്കണം ഈ കേരളീയ സമൂഹത്തിലേക്ക് അയാൾ കോൺട്രിബ്യൂട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ആർക്കും തന്നെ ജനാധിപത്യം എന്ന വാക്ക് സംസാരിക്കാൻ അറിയില്ല, പൗരബോധത്തെ കുറിച്ച് സംസാരിക്കാൻ അറിയില്ല, മാന്യതയെക്കുറിച്ച് സംസാരിക്കാൻ അറിയില്ല, കരുണയെക്കുറിച്ച് സംസാരിക്കാൻ അറിയില്ല, സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കാൻ ഒന്നും അറിയാത്ത വിജയന് സമാനമായിരിക്കുന്ന വിരൂപന്മാരായിരിക്കുന്ന ആളുകളെ ഉണ്ടാക്കി വെച്ചു. ഇതാണ് വാസ്തവത്തിൽ ഈ വിജയൻ കേരളീയ സമൂഹത്തിലേക്ക് ഏറ്റവും വലിയ രാഷ്ട്രീയ ദുരന്തം. അതാണ്
ഈ ദുരന്തത്തെ മറികടക്കാൻ ഇനി എന്തെങ്കിലും സാധ്യമാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയാ, സാധ്യമാക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് അവർ പോകുന്നത് തന്നെയാണ് വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നത്. ശരി, അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ ഇവിടെ മറ്റൊരു ചോദ്യം, എന്തായാലും ഇവര് തിരിച്ചു വരും എന്നുള്ള രീതിയിൽ ആത്മപരിശോധന നടത്തുമെന്ന് എനിക്കിനി തോന്നുന്നില്ല. പക്ഷെ എന്ത് പറഞ്ഞാലും ഇവിടെ പ്രതിപക്ഷ നേതാവായിട്ട് ഒരാൾ വന്നേ പറ്റുള്ളൂ. അതെ അതെ. പക്ഷെ അത് ആർക്കായിരിക്കാം ഇപ്പൊ CPM-ൽ സാധ്യതയുള്ളത്? അതല്ല, അതല്ല ഇതിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ഈ സാധനം വിട്ടുകൊടുക്കാൻ അയാൾക്ക് കഴിയില്ല. അയാൾക്ക് അതില്ല എങ്കിൽ അയാൾ ആരായിട്ടാണ് കേരള പോലീസ് നിൽക്കുക? അയാൾക്ക് ഈ പറയുന്ന പോലീസിന്റെ അകമ്പടി വേണം. പോലീസിന്റെ അകമ്പടി ഒന്നും പ്രതിപക്ഷ നേതാവായി കിട്ടൂല, അത് വേറെ വിഷയം. പക്ഷെ എങ്കിൽ പോലും ഇത്തരം ഒരു പദവി ഇല്ല എങ്കിൽ അയാൾ എന്തിന്റെ ആളായിട്ട് നിൽക്കുക? അയാൾ ജനകീയ നേതാവാണ്. അയാൾ ഏത് പാർട്ടി നേതാവാണ് അയാൾ? ഇപ്പൊ ഇവർ തീരുമാനിക്കാതെ ഇതെല്ലാം പാർട്ടി തീരുമാനിച്ചിട്ട് മുഖ്യമന്ത്രി ഇതെല്ലാം ഇവരെ കൊണ്ട് പറയിപ്പിക്കുകയാണെന്ന്. ഇതെല്ലാം ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പണിയാന്ന്. അയാൾക്ക് ഇതില്ല എങ്കിൽ ജീവിക്കാൻ കഴിയില്ല. പക്ഷെ ഇവിടെ ഇരിക്കുമ്പോഴാണ് ഞാൻ ആവർത്തി പറഞ്ഞാൽ, ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇയാൾ ചെയ്യുന്ന പണി എന്താണ് ശരിക്കും, പ്രവൃത്തി എന്താണ് ശരിക്കും? അയാൾ അഖിലേന്ത്യാ പൊളിറ്റിക്സിന്റെ ഭാഗമായി ആന്റി ഫാസിസ്റ്റ് ആയിട്ടുള്ള ഒരു മുന്നണി സംവിധാനത്തെ രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ഇയാൾക്ക് സാധ്യമാകുമോ? അയാൾക്ക് കഴിയില്ല, പറ്റില്ല അയാൾക്ക്. അങ്ങനെയാണ് എങ്കിൽ അയാൾ RSSകാർ ഇവരെ പൂട്ടുകയാണ്.